ഉദയനിധി സ്റ്റാലിൻ വീണ്ടും തൻ്റെ സനാതനധർമ്മത്തിനെതിരെയുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. വെൽക തമിഴ്, വാഴ്ക തമിഴ്നാട്, മക്കളെ പിരിക്കും സനാതനം നിശ്ചയം ഒഴിക്കപ്പെട വേണ്ടും. നன்றി, വണക്കം. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ആദ്യ പ്രസംഗത്തിൽ തമിഴ്നാട് അസംബ്ലിയിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ സനാതനധർമ്മത്തെ അവഹേളിക്കുന്നത്. നേരത്തെ അവഹേളിച്ചു, അതികഠിനമായ വിമർശനങ്ങൾ വന്നു. പക്ഷെ എന്നിട്ടൊന്നും അദ്ദേഹം പഠിച്ചില്ല. പിന്നെ തമിഴ് ജനത സ്റ്റാലിന്റെ പിതാവിനെ തൂത്തെറിഞ്ഞു, അസംബ്ലിയിൽ പോലും കയറ്റിയില്ല. ഇദ്ദേഹം കഷ്ടിച്ച് അസംബ്ലിയിൽ കയറിപ്പറ്റി. അവിടെ നിന്നുകൊണ്ടും ഈ വിവരക്കേട് പറയുകയാണ്. എന്താണ് ഈ സനാതനം? ഹിന്ദു ധർമ്മം അത് സനാതനമാണ്. സനാതനം എന്ന് പറഞ്ഞാൽ ആദ്യന്തവിഹീനമാണ്. എന്ന് എങ്ങനെ എവിടെ വെച്ച് തുടങ്ങി എന്ന് പറയാൻ സാധ്യമല്ല. ഈ അണ്ടകടാഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതിനെക്കുറിച്ച് ഭഗവത്ഗീതയിലെ 1-2 ശ്ലോകങ്ങൾ ഞാനിവിടെ ഒന്ന് ഉദ്ധരിക്കുകയാണ്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപു ന ശോഷയതി മാരുതഃ. ഈ സനാതന ധർമ്മം അസ്ത്രങ്ങൾ കൊണ്ട്, ആയുധങ്ങൾ കൊണ്ട് നശിപ്പിക്കാൻ പറ്റുന്ന അല്ല. സനാതനം എന്നുള്ളത് അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ ഒക്കുന്നതല്ല, ജലം കൊണ്ട് നനയ്ക്കാൻ ഒക്കുന്നതല്ല, കാറ്റുകൊണ്ട് ഇളക്കാൻ ഒക്കുന്നതും അല്ല. അപ്പോൾ അങ്ങനെയുള്ള അച്ഛദ്യോയം അദാഹ്യോയം അക്ലദ്യോ ശോഷ ഏവച, അങ്ങനെ ആയുധങ്ങൾ കൊണ്ട് നശിപ്പിക്കാനൊക്കാത്ത, അഗ്നി കൊണ്ട് ദഹിപ്പിക്കാനൊക്കാത്ത, ജലം കൊണ്ട് നനയ്ക്കാനൊക്കാത്ത, കാറ്റ് കൊണ്ട് ഇളക്കാനൊക്കാത്തതായ അത് നിത്യഃ, പെർമനൻസ്, സർവഗതഃ, എല്ലായിടവും വ്യാപിച്ചു നിൽക്കുന്നത്, സ്ഥാണു, സ്ഥിരമായി നിൽക്കുന്നത്, അജലോയം, ഒരിക്കലും ചലിക്കാത്തത്, എങ്ങോട്ടും പോകാൻ ഇടമില്ല, കാര്യം ഇത് മുഴുക്കൻ നിറഞ്ഞു നിൽക്കുകയാണ് സനാതനം. അതാണ് സനാതനം. അപ്പോൾ ഈ ഹൈന്ദവ ധർമ്മം ഏതൊന്നിനെയാണോ ആത്യന്തിക സത്യമായി കണക്കാക്കുന്നത് അതാണ് സനാതനം. ഇന്ന് നാം കാണുന്ന ഈ പ്രതിഭാസങ്ങളൊക്കെ തന്നെ താൽക്കാലികമായി ഈ സത്യത്തിൽ, ഈ സത്യവസ്തുവിൽ വന്ന് പ്രകടമായി പിന്നീട് അസ്തമിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ സനാതന ധർമ്മത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കുന്നതെന്നാണ് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഗീതയും എല്ലാം തന്നെ. ഗീതയിലെ ഭഗവാൻ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. ചാതുർവർണ്ണ്യം മഹാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശക. അതായത് ചാതുർവർണ്ണ്യത്തെ ഞാൻ സൃഷ്ടിക്കുന്നു, പക്ഷേ അത് ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് എല്ലാവരും ഭരണാധികാരികളായ പോരാ. അവിടെ ധാർമ്മിക മൂല്യങ്ങൾ വേണം, അത് പഠിപ്പിക്കുന്നവർ വേണം, ഭരിക്കാൻ അറിയുന്നവർ വേണം, പട്ടാളക്കാർ വേണം, കൃഷി ചെയ്യുന്നവർ വേണം, എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കുന്നവർ വേണം, എല്ലാവരെയും സഹായിക്കുന്ന ആൾക്കാർ വേണം. അങ്ങനെ ആളുകളുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് എന്ന് കൃഷ്ണൻ എടുത്തു പറയുന്നുണ്ട് ആണ് ഇവിടെ 4 വർണ്ണങ്ങളായിട്ട് തിരിച്ചത്. പക്ഷേ കാലക്രമത്തിൽ അത് ജാതിയായി മാറി. ജാതി വളർന്ന് ഞാൻ വലുതെന്നും നീ ചെറുതെന്നുള്ളതായി വിവേചനമായി. അവസാനം അത് അസ്പൃശ്യതയിലേക്ക് വരുന്ന, ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ കാണാൻ പോലും പാടില്ല എന്നുള്ള നിലയിലേക്ക് അത് തരംതാണു പോയി. അതൊരു വസ്തുതയാണ്. പക്ഷെ അതൊന്നും ആരുടെയും കുറ്റമല്ല, സ്വാഭാവികമായി കാലാനുഗതമായി വന്നു ചേർന്നിട്ടുള്ള ചില സംഗതികളാണ്. അപ്പോൾ ഈ ഒരു ചാതുർവർണ്ണ്യത്തിൽ ബ്രാഹ്മണനാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം അവരുടെ ആ ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള ആ ഒരു ഉയർച്ചയാണ്. അത് അവർ പ്രയോജനപ്പെടുത്തി വന്നിരുന്നു. അറിയാം, അത് നമുക്ക് ആ സമൂഹം കുഞ്ഞുനാളിൽ മുതലേ തന്നെ കുട്ടികളിൽ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിപ്പിച്ച് അവരെ മാനസികമായി വളരെ ഉന്നതമായൊരു തലത്തിലേക്ക് എത്തിച്ചു വന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് പ്രയോജനവും ഉണ്ടായി. ഈ പ്രിന്റിംഗ് ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്തുണ്ടായതാണ് ഈ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം. അതെല്ലാം കേട്ടു പഠിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറിയാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ പുണ്യഗ്രന്ഥങ്ങളൊക്കെ തന്നെ ഇവിടെ അതിക്രമിച്ച് കടന്നവർ ചുട്ടരിച്ചുവെങ്കിലും അതിനൊന്നും ഒരു ലോപവുമില്ലാതെ, ഒരു സിലബിൾ പോലും നഷ്ടപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നതും ഇതാണ്. അത്ര മഹത്തരമായ ഒന്നാണ്. അപ്പോൾ ഇവിടെ
ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണർ ഏറ്റവും മുകളിലായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിങ്ങനെ അവരുടെ ഈ മേൽക്കോയ്മയാണ് പിന്നീടുണ്ടായ അപജയങ്ങൾക്കും വേർതിരിക്കലിനും ഒക്കെ ഇടയാക്കിയത് എന്നുള്ള വിശ്വാസവുമുണ്ട്. അതുകൊണ്ട് ബ്രാഹ്മണനെ കാലക്രമേണ പിന്നെ ശത്രുപക്ഷത്തെ കണ്ട ഒരു സമൂഹം നമ്മുടെ ഭാരതത്തിലുണ്ടായി. ആ കൂട്ടത്തിലുള്ള ഒന്നാണ് ഈ ദ്രാവിഡന്മാരുടെ ഇടയിലുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനവും. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഒരു പാമ്പിനെയും ബ്രാഹ്മണനെയും കണ്ടാൽ ആദ്യം ബ്രാഹ്മണനെ കൊല്ലണം, പിന്നെ മതി പാമ്പിനെ എന്നുള്ളത്. അപ്പോൾ അത്രമാത്രം ഒരു വൈരാഗ്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഭാരതത്തിലെ എല്ലായിടത്തും നോക്കിയാലും ബ്രാഹ്മണർ അങ്ങനെ ഒരു മേൽക്കൈമ ഒന്നുമില്ല. ഇന്ന് പ്രിന്റിംഗ് ഉണ്ട്, വിദ്യാഭ്യാസ രംഗം വന്നു. ഇന്നിപ്പം ഈ എല്ലാ ശാസ്ത്രീയമായ വിഷയങ്ങളും എല്ലാവർക്കും കൈക്കുമ്പിളിൽ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഈ വിജ്ഞാനം ഉയർന്നു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ്. ഇവിടെ ഇപ്പം അങ്ങനെ വലിയവനും ചെറിയവനും ഒന്നുമില്ല. പക്ഷെ അധ്വാനിക്കുന്നവന്, ബുദ്ധിയുള്ളവന് കൂടുതൽ കൂടുതൽ ഉയർച്ചയിലേക്ക് വരാവുന്ന കാലഘട്ടവുമാണ്. ഈ ദ്രാവിഡൻ എന്ന് വരുന്ന ആൾക്കാർ, കരുണാനിധി എത്ര കാലം മുഖ്യമന്ത്രിയായി, ഇപ്പൊ സ്റ്റാലിനായി, സ്റ്റാലിൻ്റെ മകൻ ഇപ്പൊ പ്രതിപക്ഷത്തായി. അങ്ങനെ ജയലളിത ഒരുപക്ഷെ അവർ ബ്രാഹ്മണനായിരുന്നെങ്കിലും ജയലളിതയുടെ പാർട്ടി ദ്രാവിഡരുടേതായിരുന്നല്ലോ. ഏതായാലും ഈ പറയുന്ന വിവേചനത്തിനൊന്നും ഇപ്പൊ യാതൊരു അടിസ്ഥാനവുമില്ല. സനാതനധർമ്മം എന്ന് പറയുന്നത് എന്താണെന്ന് ഇവർക്കൊന്നും അറിയില്ല. അത് പഠിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഉദയനിധി സ്റ്റാലിൻ്റെ ഈ പരാമർശത്തെ, അദ്ദേഹത്തെ സനാതനധർമ്മത്തിൻ്റെ ഒരു ശത്രുവാക്കി നമ്മൾ കാണേണ്ട കാര്യമില്ല. അത് അയാളുടെ അജ്ഞത കൊണ്ടാണ്, വിവരക്കേട് കൊണ്ടാണ്. ഈ ധർമ്മത്തിൻ്റെ ഉന്നത മൂല്യങ്ങൾ നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്, എല്ലാവരെയും പഠിപ്പിക്കേണ്ടതാണ്. പിന്നെ ഇവിടത്തേക്ക് കടന്നു വന്ന മറ്റു മതങ്ങൾ ഈ ധർമ്മത്തെ അവഹേളിച്ചു, ആക്ഷേപിച്ചു. കാരണം അവരുടെ മതങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് തീർക്കാൻ വേണ്ടി അതുമൊക്കെ സനാതന ധർമ്മത്തിനെതിരെ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ അവജ്ഞ വളർത്തുന്നതിന് സഹായിച്ചു. അതുകൊണ്ട് ഈ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് സനാതന ധർമ്മം എന്താണ് എന്ന് നമ്മുടെ ആൾക്കാരെ പഠിപ്പിക്കാനുള്ള പുത്തൻ സംവിധാനങ്ങൾ ഉണ്ടാകണം. അതിലൂടെ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ പറ്റൂ. അല്ല, ഉദയനിധി സ്റ്റാലിനെ പ്രോസിക്യൂട്ട് ചെയ്തത് കൊണ്ടോ പ്രയോജനമില്ല. ഉദയനിധി സ്റ്റാലിനെ കൊണ്ട് സനാതന ധർമ്മം ശ്രേഷ്ഠമാണ് എന്ന് പറയിക്കത്തക്ക നിലവാരത്തിലേക്ക് സനാതന ധർമ്മവിശ്വാസികളായ നമ്മൾ ഉയരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.